നിർമ്മിതാവില്ലാതെ ഒരു വസ്തുവും ഇവിടെ ഉണ്ടാവുകയില്ല. അപ്പൊ ചോദിക്കാണ് ഇവിടെ റബ്ബ്, ഈ റബ്ബിനെ ആരാണ് സൃഷ്ടിച്ചത്? ഇങ്ങനെ ചോദിച്ചുകൊണ്ട് കൺഫ്യൂഷൻ ആക്കിക്കൊണ്ട് മനുഷ്യരെ യുക്തിവാദത്തിലേക്ക് ക്ഷണിക്കുന്നവരാണ്, അവൻ ബിദ്അത്തിലേക്ക് ക്ഷണിക്കുന്നവരാണ്. യുക്തിവാദത്തിലേക്ക്, ഇസ്ലാം ദീനിന് പുറത്തു പോകാൻ മർത്തബത്തുൽ കുഫ്രി വശിർക്ക്, അവൻ കുഫറിലേക്കും വേണ്ടാത്തരത്തിലേക്കും അവൻ വലിച്ചുകൊണ്ടിരിക്കുക. നോക്കൂ നിങ്ങൾ, അവന്റെ പണിയാണ്. ഓണം വന്നാല് നമ്മളാരാ? ക്രിസ്തുമസ് വന്നാൽ നമ്മളാരാ? ഇടയ്ക്കാപ്പള്ളി നമ്മുടെ തട്ടുപുറമ്പ് ഇറക്കിറങ്ങി ഞാനിങ്ങനെ വരിക. ഇങ്ങനെ ഇറങ്ങുമ്പോ കുറേ നമ്മുടെ മുസ്ലിം യുവാക്കൾ കരോള് പാടി ഇങ്ങനെ വരികയാണ്. എന്നിട്ട് വന്നവരൊക്കെ തടഞ്ഞിട്ട് കുറച്ച് ക്യാഷൊക്കെ വാങ്ങുന്നുണ്ട്. ഞാനിങ്ങനെ കാറിൽ ഇങ്ങനെ വരുമ്പോ അവര് എന്നെ കണ്ടപ്പോ പൈസ ഒന്നും ചോദിച്ചില്ല, എന്നെ കടത്തിയങ്ങ് വിട്ടു. നമ്മുടെ യുവാക്കളുടെ പണിയാണ്. കരോള് വന്നാല്, ക്രിസ്മസ് വന്നാല് നമ്മള് ക്രിസ്ത്യാനി, ഓണം വന്നാല് നമ്മള് ഹൈന്ദവനായി. പ്രിയപ്പെട്ടവരെ, നാം പെരുന്നാൾ ആഘോഷിക്കാൻ ഐസക്കും മരിയയും നാം തെരഞ്ഞെടുക്കാൻ റെഡിയായി. ഇങ്ങനെ നമ്മുടെ ആഘോഷങ്ങളെ ക്രമീകരിച്ചപ്പോ, നമ്മുടെ ജീവിതം ഇങ്ങനെ ക്രമീകരിച്ചപ്പോ, നമ്മുടെ ജീവിതം മിശ്രിതമായ മറ്റു മതസ്ഥരുടെ എല്ലാ ആചാരങ്ങളും കടമെടുത്ത് നമ്മുടെ മക്കള് വിചാരിക്കുന്നത് ഇന്ന് ഓണം വന്ന സ്വീകരിക്കേണ്ട, കേക്ക് മുറിക്കേണ്ട, നോമ്പ് പിടിക്കേണ്ട, ഇങ്ങനത്തെ മിശ്രിത മതമാണ് നമ്മുടെ ഇസ്ലാം എന്ന് ഈ ചെറിയ മക്കള് വിചാരിക്കാറുള്ള കാരണം നമ്മളാണ്. നാളെ ഈ മക്കൾ എന്ത് ചെയ്യുന്നറിയോ? ഈ മക്കള് നാളെ പറയും, ഓ വലിയ ചൂടല്ലേ, റമദാന് വലിയ ചൂടല്ലേ, എന്നാ പിന്നെ മറ്റു മതസ്ഥരിൽ നോമ്പ് കൊടുക്കുന്നവരായി ഇറച്ചി മീനൊക്കെ ഒന്ന് ഒഴിവാക്കിയ പോരെ, ഒരു ജ്യൂസൊക്കെ കുടിച്ച്. ഈ തണ്ണിമത്തനൊക്കെ അല്ലെ വഴിയിലൂടെ ഇങ്ങനെ പോകുമ്പോ ചുവന്ന കളറിൽ ഇങ്ങനെ ഇരിക്കുമ്പോ നോമ്പ് കുടിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോ എത്ര പ്രയാസം. എന്നാ പിന്നെ എന്നാലും വേണ്ടിയില്ല, അതൊക്കെ ഒന്ന് ഒഴിവാക്കായ, അതൊക്കെ ഒഴിവാക്കിയിട്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ നമ്മുടെ മക്കള് നാളെ തീരുമാനിക്കുകയാണ്, ഇന്ന് കേക്ക് മുറിക്കാൻ ഞാൻ തീരുമാനിച്ചു, ഇന്ന് ഞാൻ മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ കൈപിടിക്കാൻ ഞാൻ തീരുമാനിച്ചു. കുഫറിലേക്കും അവൻ കുഫറിലേക്ക് ശിർക്കിലേക്ക് അവൻ കൊണ്ടുപോകുന്ന വഴികളാണത് എന്നത് പറഞ്ഞാലോ, ഒരു പള്ളിയിൽ ഒരു ഉസ്താദ് ധൈര്യത്തിലും പറഞ്ഞാലോ, ഉസ്താദൊക്കെ ഈ ഉസ്താദന്മാരൊക്കെ ഇങ്ങനെ പറയും, ഒരു പുരോഗമനമില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പരിഹസിക്കും. ഇതെല്ലാം ശൈത്താന്റെ പണിയാ. ഇനി അവന് മറ്റൊരു മാർഗമാണ്, നല്ലൊരു മാർഗമാണ് ബിദ്അത്ത്, പുത്തനാശയം എന്ന് പറയുന്നത്. പുത്തനാശയത്തിലേക്ക് അവൻ ക്ഷണിക്കും. എന്തേ മെച്ചം? അൽ ബിദ്അത്തു അഹബ്ബു ഇലാ ഇബ്ലീസ് മിനൽ മഅസിയത്തി. സുഫിയാൻ തൗരി റളിയല്ലാഹു അൻഹു പറയാം, ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടം ബിദ്അത്താണ്. തെറ്റ് ചെയ്യുന്നതിനേക്കാൾ ഇഷ്ടം ഇബ്ലീസിന് ബിദ്അത്താണ്. എന്തേ കാര്യം? അൽ മഅസിയത്തു യുതാബു മിൻഹാ വൽ ബിദ്അത്തു ലാ യുതാബു മിൻഹാ. തെറ്റ് ചെയ്ത ആള് പടച്ചോനെ ഞാൻ തെറ്റ് പറ്റിപ്പോയല്ലോ എന്ന് വിചാരിച്ച് തൗബ ചെയ്യും. ബിദ്അത്തുകാരനായ ഒരു മനുഷ്യനോ, 8 റക്അത്ത് തറാവീഹുള്ളൂ എന്ന് വാശി പിടിക്കുന്ന ഒരു മനുഷ്യനോ, അവന്റെ വിശ്വാസം ശരിയാണ് എന്ന നിലക്കാണ് അവൻ തൗബ ചെയ്യൂല. അതാണ് മഹാനവറുകൾ പറഞ്ഞത്, ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടം ബിദ്അത്താണ്. പ്രിയപ്പെട്ടവരെ, ഒരു വാപ്പ മരണപ്പെട്ടപ്പോ മോൻ ബിദ്അത്ത് ആശയക്കാരനാണ്. കബറിൽ കൊണ്ടുപോയി വെച്ചപ്പോ 2 ചെടി കുത്തി. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖബറിൽ ശിക്ഷ അനുഭവിച്ചപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു വന്നപ്പോ ആ ഖബറിൽ ശിക്ഷ അനുഭവിക്കുന്നത് കണ്ടപ്പോൾ ചെടി കുത്താൻ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ചെടി കുത്തിയതും. ഈ ഹദീസിനെ മനസ്സിലാക്കി ഇമാമിങ്ങൾ, ഷാഫി ഇമാം അടക്കമുള്ള ഇമാമിങ്ങൾ അങ്ങനെ ചെടി കുത്തൽ സുന്നത്താണെന്ന് പഠിപ്പിച്ചു. ഇതാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇല്ലേ, ഇവിടെ ഇല്ലേ?
ചെടികുത്തുണ്ട്, സുന്നത്താണ്. എന്നാലോ ഈ വിദേഹത്തുകാരനായ മോൻ ചെടി കുത്തിയപ്പോൾ അതങ്ങോട്ട് ഊരിക്കളഞ്ഞു. മോൻ വിദേഹത്തുകാരനായ വാപ്പാനെ കവറിലും കിടത്തൂല. നോക്ക് നിങ്ങൾ, ചെറിയ കാര്യമാണോ? ഞാൻ അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു യുവാവിനോട് പറഞ്ഞു, മോനെ, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇങ്ങനെയുണ്ട്, ആ ഉപ്പാന്റെ ഖബറിൽ വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയാ ആ സസ്യം, ചെടി തസ്ബീഹ് ചൊല്ലുമ്പോൾ തസ്ബീഹിന്റെ കാരണം കൊണ്ട് ഖബറാളിക്ക് മഗ്ഫിറത്ത് കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാ. ആ ചെറുപ്പക്കാരൻ വന്നുകൊണ്ട് വീണ്ടും ചെടി കുത്തി. പിന്നെ നോക്കുമ്പോ ഒരാഴ്ച കഴിഞ്ഞപ്പോ വീണ്ടും വിദഗ്ധകാരനായ മകൻ വന്നിട്ട് ആ ചെടി അങ്ങ് പറിച്ചു കളഞ്ഞു. ഇങ്ങനെ നോക്കൂ, ആ പിതാവിന്റെ ഖബറിലേക്ക് കിട്ടേണ്ട വെളിച്ചമല്ലേ വിദഗ്ധകാരനായ മകൻ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. അതുകൊണ്ട് ഉമ്മമാരെ, ചെറുക്കൻ നല്ല നിസ്കാരക്കാരനാണെന്ന് പറഞ്ഞാലും നമ്മൾ വിദഗ്ധകാരനാണോ എന്ന് ചിന്തിച്ചിട്ട് വേണം മകളെ ചേർത്ത് പിടിച്ചു കൊടുക്കാൻ. അല്ലെങ്കിൽ അവർ തമ്മിലടിപ്പിക്കും. നബിദിനമില്ല, നേർച്ചയില്ല, വാപ്പ മരിച്ച ആണ്ടില്ല, 3 11 എല്ലാം ഫ്രീയാ, എല്ലാ നിലക്കും സൗകര്യമുള്ള ഒരു ക്യാഷും ചെലവില്ലാത്ത പണിയായതുകൊണ്ട് പലരും അതിലേക്ക് ഫാഷനായി തിരഞ്ഞെടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, പിന്നെ ശൈത്താൻ ഇങ്ങനെ നമ്മളെ വഴിപിഴപ്പിക്കുന്ന ഓരോ പണികളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് വഹിയൽ കബാഇർ, വൻ പാപങ്ങൾ. ഞാൻ സമയം നോക്കണ്ട കേട്ടോ, അത് നോക്കണ്ട, ഞാൻ നോക്കണ്ട, നിങ്ങൾ പേടിക്കോ വേണ്ട. ശീത്തന്മാർ വന്നിട്ടുണ്ടാവില്ല. വലിയ വൻ പാപങ്ങൾ ചെയ്യിപ്പിക്കാം, അത് നിസ്സാരമായി നമ്മളോട് തോന്നിപ്പിക്കുകയും ചെയ്യാം. എന്താണ് വൻ പാപമാണ്? പലിശ. നോക്കൂ നിങ്ങൾ, ശൈത്താന്റെ ഒരു പണി 4% ഉള്ളൂ. കാർഷിക ഇതിൻ്റെയൊക്കെ ഉണ്ടല്ലോ അടയ്ക്കാൻ 4% ഉള്ളൂ. ഇങ്ങനെ പറഞ്ഞിട്ട് പെണ്ണുങ്ങളെ ആണെങ്കിൽ കുടുംബശ്രീയിലൊക്കെ ചേർത്തും തൊഴിലുറപ്പ് പദ്ധതിയിലും ഇതിലൊക്കെ ചേർക്കും, പദ്ധതികളില് ശൈത്താനിങ്ങനെ പദ്ധതി ഒരുക്കല്ലേ. മുസ്തഖീമായ വഴിയിൽ നിന്നും അവൻ വലിച്ചു കൊണ്ടുപോകാൻ വേണ്ടി പല പദ്ധതികളും കൊണ്ടുവരാണ്. എന്നിട്ടോ ഒരു സഹോദരി ഒപ്പിട്ട് കൊടുക്കൂല, പോലും ലോൺ എടുക്കാൻ വേണ്ടി ഒപ്പിട്ട് കൊടുക്കൂല. ഞാൻ ആ തെറ്റിനില്ല, അന്ന് അവളെ പുറത്താക്കാം അടുത്ത കമ്മിറ്റി. ഇതൊക്കെ നടക്കുന്ന കാര്യം ഞാൻ പറയുന്നത്. കുടുംബസ്ത്രീകളിലായിട്ട് പ്രിയപ്പെട്ടവരെ, പെണ്ണുങ്ങൾ ഒരുമിച്ച് കൂടുന്നു. ശൈത്താൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അകത്ത് നിൽക്കുന്ന പെണ്ണിനെ പുറത്തേക്ക് വായോ, പുറത്തേക്ക് വന്നുകൊണ്ട് പുറത്തേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ശൈത്താനാണ്. കുടുംബശ്രീകളിലായിട്ട് പല രൂപത്തിലായിട്ട് പലിശകളിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതാരാ? ശൈത്താനാണ്. ചെറിയ ചെറിയ തെറ്റുകൾ നിരന്തരം ചെയ്യിപ്പിച്ചുകൊണ്ട് വലിയ വലിയ തെറ്റുകളാക്കി തീർക്കുന്നത് ശൈത്താന്റെ പണിയാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, പ്രത്യേകിച്ച് റമദാനിൽ നമ്മൾ ഫ്രീ ആകുമ്പോ അതേ നേരത്തെ പറഞ്ഞ ശക്തി കുറഞ്ഞ ശൈത്താന്മാരില്ലേ, നമ്മുടെ നഫ്സുകൾ, നമുക്ക് എതിരെ നിൽക്കുന്നവരാ. നമ്മുടെ ശരീരം, നമ്മുടെ ശൈത്താൻ നമ്മളോട് ദുർബോധനം നടത്തി തരുന്നതാ, മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാൻ. ഇതുപോലെ ഏറ്റവും ശ്രേഷ്ഠമായ അമലുകൾ ഒഴിവാക്കിയിട്ട് അതേ ഒരൽപ്പം ശ്രേഷ്ഠത കുറഞ്ഞു ചെയ്യിപ്പിക്കുക എന്നത് ശൈത്താന്റെ പണിയാണ്. വലിയ ശ്രേഷ്ഠതയുള്ള നിസ്കാരം അവല് വക്കത്തിന് നിസ്കരിക്കാൻ നമ്മൾ വിചാരിക്കുമ്പോ അവൻ പറയും കുറച്ച് പണിയുണ്ടല്ലോ, ആ പണിയുടെ തീർത്തിട്ട് ഏതായാലും നിസ്കരിക്കണം, നിസ്കാരം നന്നാക്കാൻ പറ്റൂല.
ഇങ്ങനെ പറയും. എന്നിട്ടോ അവ്വൽ വഖത്ത് നഷ്ടപ്പെടുത്തി കളയാം, ഏറ്റവും ശ്രേഷ്ഠമുള്ള അമലുകളെ നഷ്ടപ്പെടുത്തിയിട്ട് ശ്രേഷ്ഠത കുറഞ്ഞ അമലുകൾ ചെയ്യിപ്പിക്കുക. എന്തായാലും അമൽ ചെയ്യുന്ന കണ്ടവനെ അങ്ങനെ ചെയ്യിപ്പിക്കുക. ഓർമ്മ ശരിയാണെങ്കിൽ ഇബ്നു ഉമർ തങ്ങള് രാത്രിയിൽ കിടന്നുറങ്ങിയിട്ട് പ്രഭാതം സുബിഹിന്റെ സമയം വന്നിട്ട് ഒരാൾ തട്ടി വിളിച്ചു, സുബിഹി നിസ്കരിക്കുന്നില്ലേ? ആ സമയത്ത് പെട്ടെന്ന് എഴുന്നേറ്റു. ആരാ നിങ്ങൾ? നോക്കുമ്പോ സുബിഹി കളാൻ കുറച്ച് സമയമുള്ളൂ. നിങ്ങളാരാ? ശൈത്താനാണ്. അല്ലപ്പോ നീ നല്ല പണി തുടങ്ങിയ. ഇബ്നു ഉമർ തങ്ങൾ ചോദിച്ചപ്പോ ശൈത്താൻ പറഞ്ഞു, അതെ, നിങ്ങൾ ഈ ഉറക്കവും മറവും കൊണ്ടൊക്കെ നിസ്കാരം മുടക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറ്റമൊന്നുമില്ല. പക്ഷേ എൻ്റെ സുബിഹി കളായി പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ 1000 റക്അത്തൊക്കെ സുന്നത്ത് നിസ്കരിച്ച് അല്ലാഹുവിലേക്ക് നിങ്ങൾ അടുത്തു പോകും. അങ്ങനെ ഇപ്പം നിങ്ങൾ വലിയ അടുപ്പൊന്നും വേണ്ട, സുബിഹി നിസ്കരിച്ചോ. ഇതാണ് അവൻ്റെ പണി. നന്മയിലേക്ക് നാം മുന്നേറാൻ തീരുമാനിച്ചാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൽ നിന്നും നമ്മളെ പിന്നോട്ട് വലിക്കുന്ന പണിയാണ് അവൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാ നമ്മളുടെ അടുത്ത് അങ്ങനെയാണെങ്കിലും മഹാനായ ഉമർ തങ്ങളെ ശൈത്താൻ കണ്ടാൽ ഓടിപ്പോകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാരെല്ലാവരും ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, എല്ലാവരും കൂടിയിട്ട് ഒരു ചെറിയ ധർണ, കുറച്ചൊക്കെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് തരണം. എല്ലാവരും കൂടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തിരുന്ന് എല്ലാ പത്നിമാരും ഉണ്ട്. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ വേണമെന്ന് കുറച്ച് ഒറ്റ ശബ്ദത്തിൽ ഇങ്ങനെ ഉറക്കെ പറയാം. ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മഹാനായ ഉമർ തങ്ങൾ അങ്ങനെ കയറി വരിക. ഉമർ തങ്ങൾ സമ്മതം ചോദിച്ചു. ഉമർ തങ്ങൾ അങ്ങനെ സമ്മതം ചോദിച്ചപ്പോഴോ ഈ പെണ്ണുങ്ങളെല്ലാം ഒരു മറയിലേക്ക് ഓടി ഒളിച്ചങ്ങട് മാറി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ചിരിക്കുകയാണ്. അപ്പോൾ ഉമർ തങ്ങൾ ചോദിച്ചു, അദ്ഹഖല്ലാഹു സിന്നക യാ റസൂലല്ലാഹ്, എന്തേ നബിയെ അങ്ങ് ഇങ്ങനെ ചിരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, അജിബതു മിൻ ഹഉലാഇ അല്ലാതി കുന്ന ഇൻദി ഫലമ്മാ സമിഅന സൗതക ഇബ്തദർനൽ ഹിജാബ്. ഉമറിന്റെ ശബ്ദം കേട്ടപ്പോൾ പെണ്ണുങ്ങളൊക്കെ കൂടി ആ കർട്ടന്റെ പിന്നിലേക്ക് മാറി ഒളിച്ചിരിക്കുകയാണ്. അപ്പൊ ഉമർ തങ്ങൾ പറഞ്ഞു, പഠിച്ച റബ്ബേ, ഞാനല്ലല്ലോ, അങ്ങനെയല്ലേ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത്, എന്നെ അല്ലല്ലോ. എന്നിട്ട് ആ പെണ്ണുങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എന്ത് പണിയാ? നിങ്ങളല്ലയോ എന്നെയല്ല ഭയക്കേണ്ടത്, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയല്ല ഭയക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോ പെണ്ണുങ്ങൾ പറയാ, നഅമൻ തഅഫദ്ദു വഅഗനദു മിൻ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിനെക്കാൾ ഞങ്ങൾക്ക് ഭയം, പേടി, ഗൗരവം അങ്ങക്ക് തന്നെയാണ്. ഈ സ്ത്രീകൾ അങ്ങനെ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി മാ ലഖിയക ശൈത്വാനു സാലികൻ ഫജ്ജൻ ഇല്ലാ സലക ഫജ്ജൻ ഗൈറ ഫജ്ജിക. ഉമറേ, അങ്ങ് ഒരു വഴിയിൽ വന്നാൽ ഇബ്ലീസ് പിന്നെ ആ വഴിയിലൂടെ പോകില്ല, അടുത്ത വഴി കണ്ടം വഴി ഓടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിലയിൽ ശൈത്താൻ മഹാന്മാരുമായി അവർ പേടിച്ച് ഓടുന്നുവെങ്കിൽ ശൈത്താന്മാർ നമ്മുടെ കൂട്ടുകാരനായി ചേർന്ന് നിൽക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇങ്ങനെ ഓരോ നിലക്ക് നാം നമ്മുടെ ഇബാദത്തുകളെ നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, എല്ലാ ഇബാദത്തുകളെയും അവൻ നശിപ്പിച്ച് കളയുന്നത് നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഞാൻ സമയം നോക്കണ്ട കേട്ടോ, നിങ്ങൾ നോക്കണ്ട, ഞാൻ പെട്ടെന്ന് നിർത്തും ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബ്ലീസ് പറയുന്ന മറ്റൊരു കാര്യമാണ്, അതേ കാല റബ്ബി ബിമാ ഗവൈതനി
ലഉസൈനന്ന ലഹും ഫിൽ അർളി വലഉഗവിയന്നഹും അജ്മഈൻ. ഭൂമിയിൽ ഞാൻ പല ദുശ്ചെയ്തികളെയും ഭംഗിയാക്കി കാണിക്കുകയും ഞാൻ അവരെയെല്ലാം വഴി പിഴപ്പിക്കുകയും ചെയ്യും. എല്ലാ കാര്യങ്ങളും ദുശ്ചെയ്തികളെ ഭംഗിയാക്കി കാണിക്കും. യുവാക്കളെ നോക്ക് നിങ്ങൾ. മുടി വെട്ടുന്നത് കണ്ടില്ലേ? മുടി വെട്ടുന്നത് തന്നെ നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖസർ. ഖസർ മുടി അല്പം നിർത്തി കുറെ ഭാഗം കളയുന്ന രൂപം, അത് റസൂലുള്ള വെറുത്തതാ, നിരോധിച്ചതാ. ആ നിരോധിക്കപ്പെട്ട കാര്യമാണ് ഇന്ന് ഏറ്റവും ഭംഗിയായി കാണുന്നത്. നോക്കൂ നിങ്ങൾ, ഏത് യുവാക്കളാകട്ടെ, നമ്മുടെ മക്കളെ സഹോദരിമാരൊക്കെ പറഞ്ഞേച്ചാല് അതെ ഈ രണ്ട് സൈഡും ബാക്കൊക്കെ എടുത്ത് മുടി വെട്ടുന്ന ശൈലി, അല്ലെങ്കിൽ ഒരു രണ്ട് വര, ഇനി എവിടെയെങ്കിലും ഒരു വരയൊക്കെ വരച്ചാൽ നല്ല ഭംഗിയാണ്. ശൈത്താൻ ഭംഗിയാക്കി കാണിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ച ഒരു കാര്യത്തെ ഭംഗിയാക്കിയപ്പോൾ നമ്മളൊക്കെ ഏറ്റെടുത്തു. എന്നാരങ്ങനെ മുടിവെട്ടാത്തത്? പ്രായമായവരാണെങ്കിലും യുവാക്കളും ചെറുമക്കളും എല്ലാവരും വെട്ടുന്ന രീതി മുത്തുനബിക്ക് ഇഷ്ടമല്ലാത്ത, ശൈത്താൻ ഇഷ്ടപ്പെടുന്ന ആ ദുശ്ചെയ്തി അവൻ ഭംഗിയാക്കി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡ്രസ്സും ഓരോന്ന് നിങ്ങൾ നോക്കിക്കൂ. പണ്ടൊക്കെ ചെറിയ ഡ്രസ്സ് ധരിച്ചാൽ അതായിരുന്നു ഭംഗി. ചെറിയ ഡ്രസ്സ്, ആരെങ്കിലും വലിയ ഡ്രസ്സൊക്കെ ധരിച്ചാൽ എൻ്റെ വാപ്പാൻ്റെ ഡ്രസ്സാണെന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി വലിയ ഡ്രസ്സ് ധരിക്കലാ ട്രെൻഡ്. ഇങ്ങനെ ഓരോ നിലക്കും മനുഷ്യനെ പല രൂപത്തിൽ ഭംഗിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ശൈത്താൻ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഒരു പാന്റ്, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയില് വസ്ത്രം സുബ്ഹാനല്ലാഹ് പട്ടി കടിച്ച മാതിരി ഉണ്ട്. പട്ടി കടിച്ച മാതിരി വസ്ത്രം, ആ വസ്ത്രം ധരിച്ചിട്ടാണ് വരുന്നത്. പട്ടി കടിച്ചിട്ടല്ല, വസ്ത്രം പുതിയ ഫാഷനാണ്. നമ്മൾ ആലോചിച്ച് നോക്ക്, ശൈത്താൻ ചെയ്യണ പണി. എന്നിട്ട് അത് നമുക്ക് നമ്മളെ വിപണിയിൽ വരുമ്പോൾ ഭംഗിയായി, ഇന്ന ആളിട്ടു, കല്യാണത്തിന് ഇന്ന ആളിട്ടതാണ് ഞാൻ ഇടേണ്ടത്, അല്ലെങ്കിൽ ഇന്നതിട്ടാൽ ഇനി അടുത്ത ദിവസം ഇടാൻ പാടില്ല. ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കും അവൻ നമ്മളോട്. ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നതനുസരിച്ച് വസ്ത്രങ്ങളൊക്കെ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുക. ഔറത്ത് വെളിവാക്കുക. പർദ്ദ ധരിച്ച പെണ്ണിനോട് എന്ത് ചെയ്താണ് പർദ്ദ ധരിക്കുക, എന്നാ പിന്നെ ശൈത്താൻ ചെയ്യും, ആ പർദ്ദയിൽ നല്ല ഡിസൈനൊക്കെ കൊടുത്ത്, കുറച്ചുകൂടി മൊഞ്ചൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കി അതിനെങ്ങനെ ഫസാദ് ഉണ്ടാക്കാമോ അങ്ങനെ ഫസാദ് ഉണ്ടാക്കുന്ന പണി അവൻ എടുത്തുകൊണ്ടിരിക്കുകയാ. അടിവസ്ത്രത്തിന്റെ ബ്രാൻഡ് നെയിം എല്ലാവരും വായിക്കും വിധത്തിലേക്ക് ഡ്രസ് ധരിപ്പിക്കുന്നത് ഫാഷനാക്കി ഭംഗിയാക്കി കാണിപ്പിച്ചില്ലേ? നമ്മുടെ യുവാക്കള് ബസ്സിൽ കയറിയ സീറ്റ് ഉണ്ടെങ്കിൽ ഇരിക്കൂല, ആ കമ്പി പിടിച്ച് കയറി നിന്നാല് ആ അടിവസ്ത്രത്തിന്റെ എല്ലാ നെയിമും വായിക്കാം. ഈ രൂപത്തിലേക്ക് അതൊരു ഫാഷനായി ഭംഗിയായി സമൂഹത്തിലേക്ക് പ്രചരിപ്പിച്ചതാരാ? അത് ശൈത്താനാണ്. പ്രിയപ്പെട്ടവരെ, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഖുറൂർ. ഈ ദുന്യവിയായ ലോകമില്ലേ, ഈ ദുന്യവിയായ ലോകത്ത് വഞ്ചനകളുടെ ചരക്കല്ലാതെ അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ലെന്ന് പരിശുദ്ധമായ ഖുർആനിൽ ഈ ലോകത്തിന്റെ പ്രൊഡ്യൂസർ ലോകത്തോട് വിളിച്ചു പറയാ. ഒരു കമ്പനിക്കാരും പറഞ്ഞില്ല, ഒരു പ്രൊഡക്റ്റ് നിർമ്മിച്ചിട്ട് ഒരു പ്രൊഡ്യൂസറും എന്റെ പ്രൊഡക്റ്റ് മോശമാണെന്ന് ലോകത്തൊരു പ്രൊഡ്യൂസറും വിളിച്ചു പറഞ്ഞില്ല. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഖുറൂർ. അതേ, ഈ ലോകത്ത് വഞ്ചനകളുടെ ചരക്കല്ലാതെ ഐഹികമായ ലോകത്തിൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോ ഐഹികമായ ലോകത്തിലെ ഈ ദുന്യവിയായ ലോകത്തിന്റെ എല്ലാ ആസ്വാദനങ്ങളും ആസ്വദിച്ച് നാം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ വല്ലാഖിറതു ഖൈറും വഅബ്ഖാ. ആഖിറമാണ് ഖൈറടോ, ആഖിറമാണ് എന്നും
ശേഷിക്കുന്നല്ലോ. ഈ ഇരുന്ന ഇരിപ്പിലങ്ങ് മരിച്ചു പോകാമടോ. എപ്പോഴാണ് തീരുന്നതെന്നറിയില്ല. അലാ വല്ലാഖിറത്തു ഖൈറും വഅബ്ഖാ, ആഖിറം എന്നും ശേഷിക്കുന്നതാണെന്ന് പരിശുദ്ധ ഖുർആൻ. ഇതൊക്കെ പറഞ്ഞാലും ഭൗതികമായ ഈ ഇടം അവൻ ഭംഗിയാക്കിക്കൊണ്ടേയിരിക്കും. പിഴക്കാപ്പള്ളിയിൽ ഒരു ടൗണിലെ 25 ലക്ഷം രൂപ സെന്റിന് വിലയുള്ള സ്ഥലം, ഇങ്ങനെ ഓരോ സ്ഥലത്തിനും വില കൂടുതല. ഇത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്കൊരു ജീവിതമുണ്ടെന്നുള്ള ചിന്ത നമുക്കില്ല. നാം ഈ ദുനിയവിന്റെ ഈ ലോകത്തിന്റെ രസങ്ങളിലാണ്. 26 വയസ്സുള്ള പയ്യൻ, 26 വയസ്സുള്ള യുവാവിന്റെ മയ്യത്ത് നിസ്കരിക്കുന്ന 60 കഴിഞ്ഞ മനുഷ്യന്റെ മനസ്സിന്റെ ചിന്തയും പെട്ടെന്നൊന്ന് ഈ മുസ്ലിയാർ വഴങ്ങു നിർത്തിയിട്ട് മയ്യത്ത് നിസ്കരിച്ചിട്ട് എന്റെ കച്ചവടം നടത്താൻ പോകട്ടെ എന്ന് ചിന്തിക്കുന്നു. 60 വയസ്സും കഴിഞ്ഞു, വാൾഡിറ്റ് നഷ്ടപ്പെട്ടു. എന്നാലും 26 വയസ്സുകാരൻ മരിച്ചെടുക്കുന്ന മയ്യത്തിന്റെ മുമ്പിലും നാം സ്പീഡായി നമ്മുടെ കച്ചവടത്തിന്റെ കാര്യത്തിൽ ഓടുകയാണ്. എവിടേക്കാണ് ഓടുന്നത്? പ്രിയപ്പെട്ടവരെ, നാം ഇവിടെ ഈ ദുനിയാവിലെ വീടുകൾ പണിതുകൊണ്ടിരിക്കുകയാ. വീടുകൾ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുക. ഒരു വീട് പണിയും, അപ്പുറത്ത് വേറൊരാൾ വീട് പണിയുമ്പോൾ ഈ വീട് പൊളിച്ചിട്ട് വീണ്ടും പണിയും, പിന്നെ ഒന്നോടെ തട്ടി വീണ്ടും പണിയും. ഇങ്ങനെ വീട് പണിതുകൊണ്ട് ഇങ്ങനെ വീട് പണിത് അങ്ങനെ അങ്ങോട്ട് നോക്കി ഇങ്ങനെ ഭംഗി നോക്കിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ ശൈത്താന്റെ പണിയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മഹാനവരുടെ ജീവിതം നോക്കൂ. ഏത് പുണ്യമായ കാര്യമുണ്ടോ അതിന്റെ ഒന്നാം നമ്പർ അബൂബക്കർ അല്ലേ? ഉമർ തങ്ങൾ പോലോ സദക്കയിൽ വെട്ടിക്കാൻ നോക്കിയപ്പോ അതേ ചരിത്രത്തിൽ നമ്മൾ കണ്ടു, അബൂബക്കർ സിദ്ദീഖ് ഒന്നാമനാണല്ലോ. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സദക്ക ചെയ്ത് അവസാനം അതേ ഒരു മനുഷ്യൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ വസ്ത്രം, നല്ല വസ്ത്രം മൂരിക്കൊടുത്ത് അദ്ദേഹത്തിന് കൊടുത്തയച്ചു പോയി. വസ്ത്രമില്ലാതെ മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കാൻ വന്നില്ല. 3 ദിവസം കാണാതായപ്പോ ഹബീബായ തങ്ങൾ അന്വേഷിച്ചപ്പോ വസ്ത്രമില്ലാത്തത് കൊണ്ടാണ് മഹാനവറുകൾ, പ്രിയപ്പെട്ടവരെ, അതേ പള്ളിയിലേക്ക് വരാത്തതെന്നറിഞ്ഞപ്പോ മുഹമ്മദ് മുസ്തഫ വീട്ടിൽ ചെന്നിട്ട് വല്ല വസ്ത്രവും കൊടുക്കാനുണ്ടോ? ഓരോ കല്യാണത്തിനും ഓരോ വസ്ത്രം ധരിച്ചിട്ട് ഇന്ന കല്യാണത്തിന് ഞാൻ ധരിച്ചതാണ്, നിശ്ചയത്തിനിട്ടത് ഞാൻ ഇനി കല്യാണത്തിനിടുമോ എന്ന് ചിന്തിക്കുന്ന സഹോദരിമാരെ, നമ്മുടെ മുൻഗാമികൾ മുഹമ്മദ് മുസ്തഫ പത്നിമാരുടെ ചാരത്ത് തന്നിട്ട് വല്ല വസ്ത്രവുമുണ്ടോ എന്റെ അബൂബക്കറിന് കൊടുക്കാൻ, പള്ളിയിലേക്ക് ഔറത്ത് മറച്ചെന്ന് വരാൻ വല്ല വസ്ത്രവുമുണ്ടോ എന്ന് ചോദിച്ചപ്പോ അവർക്ക് പാകത്തിനുള്ള വസ്ത്രമല്ലാതെ മറ്റൊരു വസ്ത്രവുമില്ല. തന്റെ മകളോട് ചോദിക്കുകയാണ്, ഫാത്തിമ, വല്ല വസ്ത്രവും നിന്റെ കയ്യിലുണ്ടോ? മദീനയിലെ രാജകുമാരനാ ചോദിക്കുന്നത്. ഫാത്തിമ പറയാണ്, ഇല്ല ഉപ്പാ. പിന്നെ ആലോചിക്കുമ്പോഴാണ് നിക്കാഹിന്റെ സമയത്ത് ഉപ്പ തന്ന ഒരു മൂടുവസ്ത്രമുണ്ട്. ആ മൂടുവസ്ത്രം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ആ മൂടുവസ്ത്രം കൊണ്ടുപോയി കൊടുക്കുമ്പോ മൂടുവസ്ത്രം ധരിച്ചിട്ട് ഈ തപ്പനയുടെ നാരുകൊണ്ട് അത് തുന്നിയിട്ട് ഔറത്ത് വെളിവാകാതിരിക്കാൻ മഹാനവരുകൾ തുന്നിയിട്ട് പള്ളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോ ഹബീബായ മുഹമ്മദ് മുസ്തഫയുടെ ചാരത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ഇതേ വസ്ത്രം ധരിച്ചിട്ട് മുന്നിൽ വന്നപ്പോ മുഹമ്മദ് മുസ്തഫ ചോദിച്ചു, എന്താ ജിബ്രീലേ, ഈ വസ്ത്രം ധരിച്ച് ഇതിനു മുന്നേ കണ്ടില്ലല്ലോ. ആ സമയത്ത് പറയാണ്, ആകാശ ലോകത്തുള്ള മുഴുവൻ മലായിക്കത്തുകളും ഈ വസ്ത്രം ധരിച്ച് അങ്ങയുടെ കൂട്ടുകാരനാ
ചോദിച്ചു, നബിയേ, ഇതങ്ങ് പറഞ്ഞപ്പോ എന്നിട്ട് തുടർന്നങ്ങ് പറയാണ്, നബിയെ, അങ്ങ് അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടതുപോലെ അല്ലാഹു അങ്ങേ ഇഷ്ടപ്പെട്ടതുപോലെ അബൂബക്കറിനെ റബ്ബ് പൊരുത്തപ്പെട്ടു പോയി, റബ്ബ് ഇഷ്ടപ്പെട്ടു പോയി. ആ റബ്ബിനെ അബൂബക്കർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ഒന്ന് ചോദിക്കൂ നബിയേ. അബൂബക്കറിനെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയം എന്ന് പറഞ്ഞപ്പോൾ മഹാനവരങ്ങൾ ഇങ്ങനെ പൊട്ടിക്കരയാണ്. പൊട്ടിക്കരഞ്ഞിട്ട് റബ്ബിലേക്ക് കൈ ഉയർത്തിയിട്ട് അബൂബക്കർ പറയാണ്, അന അൻകറാമീൻ വ അൻതറാമിൻ അന്നീ, ഞാൻ നിന്നെ പൊരുത്തപ്പെട്ടവനല്ലേ റബ്ബ്, പക്ഷെ നീ എന്നെ പൊരുത്തപ്പെട്ടിട്ടുണ്ടോ, നീ എന്നെ തൃപ്തിപ്പെട്ടിട്ടുണ്ടോ എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥന നടത്തുമ്പോ, എൻ്റെ മുഅ്മിനീങ്ങളെ, നാം നമ്മുടെ മുന്നിലുള്ളവരെ കാണാതെ ഐഹികമായ ലോകത്തിന്റെ പടപടപ്പിലെ അതിന്റെ രസങ്ങളിലെ വീടുകൾ നിർമ്മിച്ച് നാം നമ്മുടെ രസങ്ങളിൽ മാത്രം ജീവിച്ച് അതേ നമുക്കെങ്ങാനും ഒരാഴ്ച കുഴിമന്തി കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അന്ന് നമുക്ക് ദാരിദ്ര്യമാണെന്ന് ചിന്തിച്ചിട്ട് പാവങ്ങളെ കാണാതെ ജീവിച്ചാൽ പരിശുദ്ധ റമദാൻ റബ്ബ് നമുക്ക് സമ്മാനിക്കുമ്പോ ആ റമദാനെ നാം വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താതെ നമ്മുടെ യഥാർത്ഥ ശത്രുവായ ഇബ്ലീസിനെ ശത്രുവായി കാണാതെ നാം ഈ പരിശുദ്ധ റമദാൻ നാം വരവേൽക്കാതിരുന്നാൽ ഇത്രയേറെ ഭാഗ്യം കെട്ടവര് നമ്മളല്ലാതെ പിന്നെ ആരാ? പ്രിയപ്പെട്ടവരെ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല ഈ പരിശുദ്ധ റമദാൻ നമുക്ക് തന്നത് ലഅല്ലക്കും തത്തഖൂൻ, തഖ്വ ഉണ്ടാവാൻ വേണ്ടി. നമ്മളിൽ പലരും ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഭാരം കുറക്കാം, റമദാൻ വരെ ഡോക്ടർമാരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ പറ്റിയൊരു മാസമാണ് റമദാൻ. കൊളസ്ട്രോൾ കൂട്ടണോ കുറക്കണോ എന്ന് ചിന്തിക്കുന്ന ഒരു മാസമായി നമ്മൾ ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ കടന്നു വരുന്ന റമദാൻ നമ്മളെ ഏത് നിലക്കും നമ്മുടെ മനസ്സിൽ തോന്നണം. ഇനി മുതൽ ഇന്ന് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ മുതൽ നമ്മുടെ മനസ്സിലുണ്ടാവും. ഞാനിപ്പോ ഈ വിഷയത്തെക്കുറിച്ചൊക്കെ പഠിച്ച് പറയാൻ നേരത്തെ ഇപ്പോൾ വലിയ പണിയാണ്. ഇങ്ങനെ ഓരോന്ന് മനസ്സിൽ വരും. ഇതിപ്പാ ചങ്ങായില്ലേ, നിന്നോട് അങ്ങോട്ട് പോകണ്ടാന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ശൈത്താനല്ലേ. പള്ളിയിലേക്ക് പോകാം, അത് ഈ മലക്കല്ലേ. ഇങ്ങനെ നാം ചിന്തിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ തുടർന്നുള്ള ഓരോ അമലുകളും നാം വളരെ കൃത്യമായി ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ പരിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ എത്ര ആളുകൾ മരണപ്പെട്ടു പോയി. റമദാനിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല, നമുക്കും എത്താൻ ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല. ആ റമദാനെ കുറിച്ച് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടുത്തെ മഹത്വം എത്രയോ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കിടക്കാതെ നമ്മുടെ യഥാർത്ഥ ശത്രുവിനെ മനസ്സിലാക്കിയാൽ തന്നെയാണ് നമുക്ക് ആ അമലുകൾ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം തിരഞ്ഞെടുക്കാൻ തന്നെ കാര്യം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് 2 വ്യക്തികൾ വന്നിട്ട് ആ 2 വ്യക്തികൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഇസ്ലാം മതം സ്വീകരിക്കണം. ആ 2 പേർക്കും ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്ത ഒരു മുസ്ലിമാണ്. മുസ്ലിമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ അവരുണ്ട്. അപ്പോഴാണ് 2 ആളുകളിൽ ഒരാൾ വലിയ പരിശ്രമശാലിയാണ്, മറ്റൊരാളേക്കാൾ വലിയ പരിശ്രമശാലിയായ മനുഷ്യനാണ്. ആ മനുഷ്യൻ ഉടനെ വന്ന ഒരു യുദ്ധത്തിൽ അദ്ദേഹം ആ യാത്ര പോയി, ആ യുദ്ധത്തിൽ ഷഹീദായി പോയി. മറ്റൊരാൾ 1 വർഷം കൂടി ജീവിച്ചു മരണമടഞ്ഞു. അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറയാണ്, സ്വർഗ്ഗത്തിന്റെ കവാടത്തിൽ ഈ 2 വ്യക്തികൾ ഇങ്ങനെ നിൽക്കുക. ഷഹീദായി പോയ മനുഷ്യൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. അതേ മറ്റൊരാൾ സ്വർഗത്തിലേക്ക് കടന്നുപോയി എന്നിങ്ങനെ പറഞ്ഞപ്പോൾ സഹാബത്തൊക്കെ അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കി നിന്നു. അല്ലാഹുവിന്റെ മാർഗത്തിന് ജീവിതം കൊടുത്തിട്ട് ജീവൻ കൊടുത്തിട്ട് അവരെക്കാൾ മുമ്പേ മറ്റൊരുത്തൻ സ്വർഗത്തിലേക്ക് പോയി എന്ന് പറഞ്ഞപ്പോൾ അത്ഭുതത്തോടെ ചോദിച്ചപ്പോ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, അലൈസ ഖദ മഖദ ഹാദാ ബഅദഹു സനത്തുൻ, അവൻ ഒരു വർഷം ജീവിച്ചില്ലേ സഹാബ? സഹാബത്ത് പറഞ്ഞു, ഒരു വർഷം കൂടി ജീവിച്ചു. ശരി തന്നെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർന്ന് പറഞ്ഞു, അദ്റക റമദാൻ, ആ വർഷം അവൻ ജീവിച്ചപ്പോ ശഅബാനിന്റെ അവസാന പടിയിൽ നിന്നില്ലല്ലോ, ആ ഒരു വർഷത്തെ റമദാൻ കൂടി അവന് ലഭിച്ചില്ലേ? റമദാൻ അവന് ലഭിച്ചില്ലേ? അദ്റക റമദാൻ, റമദാൻ അവന് ലഭിച്ചില്ലേ? റമദാനിൽ അവൻ തറാവീഹ് നിസ്കരിച്ചില്ലേ? നോമ്പനുഷ്ഠിച്ചില്ലേ? ഒരുപാട് അമലുകൾ അവൻ ചെയ്തില്ലേ? അല്ലാഹുവിന്റെ മാർഗത്തിന് യുദ്ധം ചെയ്ത മനുഷ്യരാണെങ്കിലും അവനേക്കാളും ഒരു റമദാൻ കൂടുതൽ അവന് ലഭിച്ചില്ലേ? എന്നിട്ട് മുത്തുനബി പറഞ്ഞു, ഫമാ ബൈനഹുമാ അബ്അദു മിമ്മാ ബൈനസ്സമാഇ വൽ അർള്, ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിലുള്ള വ്യാപ്തി എത്രയാണ്? ആ വ്യാപ്തി എത്ര ഖദർ സ്ഥാനം ആ വ്യക്തിക്ക് റമദാൻ കൂടുതൽ ലഭിച്ചവനുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇനിയും ബഹുമാനപ്പെട്ട ഉസ്താദവറുകൾ ബല്ലഗനാ റമദാൻ, റമദാനിലേക്ക് എത്തിക്കണേ എന്ന് പറയുമ്പോൾ ആത്മാർത്ഥമായി റബ്ബേ എന്നെ എത്തിക്കണം, സ്വർഗത്തിന്റെ വാതിൽ തുറന്ന ആ സമയത്തെ എനിക്ക് ഈ ലോകത്ത് നിന്ന് പോകേണ്ടി വന്നാലും അതാണ് ഏറ്റവും നല്ലത്, അതുകൊണ്ട് എന്നെ റമദാനിൽ എത്തിക്കണേ എന്ന് ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ യഥാർത്ഥ ശത്രുവിനെ ശത്രുവായി കാണുക എന്ന് മാത്രം ഈ സമയത്ത് നിങ്ങളെ എല്ലാവരെയും എന്നെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ്